الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസ്സുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അനുചരന്മാരോട് പറയുന്നുണ്ട്, അദ്ദീനു അൻ നസീഹ. ദീനെന്ന് പറഞ്ഞാൽ നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ചോദിച്ചു, ലിമൻ യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ആരോടുള്ള ഗുണകാംക്ഷ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പറയുന്ന കുറച്ച് ആളുകളുണ്ട്. ലില്ലാഹി, അള്ളാഹുവിനോടുള്ള നസീഹത്ത്. വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിനോട്, ഖുർആനിനോടുള്ള നസീഹത്ത്. വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനോട്. വലി അഇമ്മത്തിൽ മുസ്ലിമീന വ ആമത്തിഹിം, മുസ്ലിങ്ങളുടെ ഇമാമുമാരോടും അവരിലെ പൊതുജനങ്ങളോടുമുള്ള നസീഹത്ത്. അപ്പോൾ അള്ളാഹുവിനോട് നമുക്ക് ഗുണകാംക്ഷ വേണം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് വേണം, മുസ്ലിങ്ങളുടെ ഭരണാധികാരികളോട് വേണം, അള്ളാഹുവിൻ്റെ റസൂലിനോട് വേണം, അതുപോലെ തന്നെ അവരിലെ സാധാരണക്കാരായ ജനങ്ങളോടും വേണം. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. അപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒന്നാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് കാണിക്കുന്ന നസീഹത്ത്. എന്താണ് ഖുർആനിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ? അത് വെറുതെ ഖുർആൻ ഓതൽ മാത്രമാണോ? എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ ആ കിതാബിൽ വിശ്വസിച്ചിരിക്കണം, ഖുർആനിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം, ആ ഖുർആൻ പറഞ്ഞതൊക്കെ നമ്മൾ സത്യപ്പെടുത്തണം. ഖുർആൻ നമുക്ക് അറിയിച്ചു തന്ന ഏതെങ്കിലും ഒരു സംഗതി നമ്മൾ നിഷേധിക്കുന്നുവെങ്കിൽ, നമ്മൾ കളവാക്കുന്നുവെങ്കിൽ ആ ഖുർആനോട് നമുക്ക് നസീഹത്തില്ല. ആ ഖുർആൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. ഖുർആൻ കൽപ്പിച്ചതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ആ ഖുർആനോട് നമുക്ക് നസീഹത്തില്ല. ഖുർആൻ നമ്മളോട് വിലക്കിയത് എന്താണോ അത് നമ്മൾ ഒഴിവാക്കണം. ഖുർആൻ വിലക്കിയതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് ആ നസീഹത്തില്ല. ആ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്ന ഹുക്കുമുകളാണ് ഏറ്റവും നല്ല ഹുക്കുമുകൾ എന്നത് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ഇതൊക്കെ ഖുർആനിനോടുള്ള നസീഹത്താണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ പഠനത്തിന് വേണ്ടി മാറിയിരിക്കുമ്പോൾ, അതിൻ്റെ തഫ്സീറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ നിർവഹിക്കുന്നത് ഖുർആനിനോടുള്ള നസീഹത്താണ് എന്ന ചിന്തയും അതിന് അല്ലാഹു നൽകുന്ന വമ്പിച്ച കൂലിയും നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. 55-ാമത്തെ അധ്യായം സൂറത്തു അർ-റഹ്മാനിലൂടെയാണ് നിലവിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് ആദ്യ 2 ആയത്തുകൾ ചെറിയ നിലക്ക് നമ്മൾ വിശദീകരിച്ചു. ഇനി 3-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. ആദ്യം നമുക്കതിൻ്റെ ആദ്യ ഭാഗങ്ങളൊന്ന് പാരായണം ചെയ്യാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്തു റഹ്മാൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും, തഹസ്സുലിൻ്റെ മുഴുവൻ പഠിതാക്കൾക്കും ഈ ഒരു അധ്യായം മനഃപ്പാഠമായിരിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അതിന് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് 1 മുതൽ 4 വരെയുള്ള ആയത്തുകളൊന്ന് ഓതിയിട്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. എത്ര മനോഹരമാണ് ഖുർആൻ്റെ ആ ഒരു കോർവ, ഖുർആൻ്റെ ഒരു സജഅ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക.
ഇവിടെ നമ്മൾ പറഞ്ഞു അർ-റഹ്മാൻ എന്ന പേരുകൊണ്ടാണ് അള്ളാഹു ഈ അധ്യായം ആരംഭിച്ചിട്ടുള്ളത്. ശേഷം പറയാൻ പോകുന്ന സംഗതികളൊക്കെ അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിനെ അറിയിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങളാണ് അള്ളാഹു എണ്ണി പറയുന്നത്. ആദ്യം പറഞ്ഞത് അല്ലമൽ ഖുർആൻ, അള്ളാഹു മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ആദ്യം എടുത്തു പറയുന്ന അനുഗ്രഹം അതാണ്, തഅലീമുൽ ഖുർആൻ, ഖുർആനിൻ്റെ അധ്യാപനം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരാൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും അയാൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയല്ല ആദ്യം പറയുക. ഇപ്പോൾ ചില ഉമ്മമാരൊക്കെ മക്കളോട് സംസാരിക്കുമ്പോൾ ഈ മക്കളെ അനുസരണക്കേട് കാണിക്കുമ്പോൾ ഒരു പറയലുണ്ട്, 10 മാസം അന്നെ ചുമന്നവളാണ് ഞാൻ, അന്നെ നൊന്ത് പ്രസവിച്ചവളാണ് ഞാൻ. അല്ലേ? അതാ ഒരു ഉമ്മ ഒരു മകൻക്ക് ഒരു മകൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സംഗതിയാണല്ലോ. 10 മാസം അവരിങ്ങനെ താങ്ങി നടന്നു, പിന്നെ നൊന്ത് പെറ്റു എന്നത്. അപ്പോൾ അവർ ആ കുട്ടിക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണത്. അതവരിങ്ങനെ എടുത്തു പറയും. പിന്നെയാണ് അവർ ഉറക്കമൊഴിച്ചതും അവർ കഷ്ടപ്പെട്ടതും ബാക്കി കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇവിടെ അള്ളാഹു ആദ്യം എടുത്തു പറയുന്ന കാര്യം അല്ലമൽ ഖുർആൻ, അള്ളാഹു മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. ശേഷം പ്രിയപ്പെട്ടവരെ 3-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. അവൻ സൃഷ്ടിച്ചു, അതാണ് ഖലഖ എന്ന പദത്തിൻ്റെ അർത്ഥം. അള്ളാഹു അൽ ഖാലിഖാൻ, സ്രഷ്ടാവാൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് മുതൽ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പ് അള്ളാഹു ചെയ്തതാണല്ലോ. ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്തു അൽ ഇൻസാൻ, ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ ഇൻസാൻ എന്നാണ്, മനുഷ്യൻ എന്നാണ്. 76-ാമത്തെ അധ്യായമാണത്. ആ അധ്യായത്തിലെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമുണ്ട്. മനോഹരമാണ് ആ ചോദ്യം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യൻ പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു അല്ലാതിരുന്ന ഒരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ? പറയപ്പെടാൻ പറ്റിയ ഒന്നും അല്ലാത്തൊരു കാലം മനുഷ്യരെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്നാണ് അള്ളാഹു അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതും എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? ഏറ്റവും നല്ല നിലക്ക്, ഏറ്റവും നല്ല ഘടനയോടുകൂടി. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, 95-ാമത്തെ അധ്യായം സൂറത്തു തീനിലെ 4-ാമത്തെ ആയത്താണത്. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഉദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് എന്താണ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, നിന്നെ സംവിധാനിച്ചിരിക്കുന്നു, നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിന്നെ സംഘടിപ്പിച്ചവനാണ് അള്ളാഹു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് അള്ളാഹു ഇവിടെ സൂറത്തു അർ-റഹ്മാനിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഖലഖൽ ഇൻസാൻ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളും സുന്ദരമായിട്ട് ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ആ ആയത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യയിലുള്ള ജനങ്ങൾക്ക് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓതിക്കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ നമ്മൾ ആലോചിക്കണം. സൂറത്തു അൽ മുഅ്മിനൂനിലെ 12, 13, 14 ആയത്തുകൾ വളരെ ശ്രദ്ധേയമാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ, പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥലത്ത് വെച്ചു. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ, പിന്നീട് ആ ബീജത്തെ അള്ളാഹു ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. ഫഖലഖ്നൽ അലഖത മുദ്അതൻ, പിന്നീട് ആ ഭ്രൂണത്തെ ഒരു മാംസപിണ്ഡമാക്കി മാറ്റി. ഫഖലഖ്നൽ മുദ്അത ഇളാമ, പിന്നീട് ആ മാംസപിണ്ഡത്തെ
അസ്ഥിക്കൂടമാക്കി രൂപപ്പെടുത്തി. ഫകസൗനൽ ഇളാമ ലഹ്മ, എന്നിട്ട് ആ അസ്ഥിക്കൂടത്തെ മാംസം കൊണ്ട് അള്ളാഹു പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് മറ്റൊരു സൃഷ്ടിയായി ആ മനുഷ്യനെ അള്ളാഹു വളർത്തിയെടുത്തു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരായത്താണത്, എന്തൊരു വചനമാണത്. ഇത് ഏത് കാലത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് ഓതിക്കൊടുക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ കാലത്തുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ച എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയുണ്ടാക്കിയതാണ്, അത് നിങ്ങളുടെ നബി മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് വിമർശകർ പറയുക? സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് ഈ ഗ്രന്ഥം. ഇനി പ്രിയപ്പെട്ടവരെ, ഈ മൂന്നാമത്തെ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നൊരു സംഗതിയുണ്ട്. നമ്മളെ സൃഷ്ടിച്ചു എന്നതിനേക്കാളും വലിയ നിഅ്മത്ത് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഖലഖൽ ഇൻസാൻ എന്ന് പറയുന്നതിനേക്കാളും മുമ്പ് അള്ളാഹു അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരിക്ക് ആദ്യം നടന്ന സംഗതി എന്താണ്? അള്ളാഹു ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കുകയാണല്ലോ ചെയ്തത്, പിന്നെയല്ലേ ഖുർആൻ്റെ അധ്യാപനം നടന്നത്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തുടക്കക്കാരനാണ്. ആ ആദം നബിയും കഴിഞ്ഞ് എത്ര കാലങ്ങൾക്ക് ശേഷമാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ വരുന്നതിന് മുമ്പ് മനുഷ്യരുണ്ട്, ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് മനുഷ്യർ ഉണ്ട്. അപ്പോൾ ആദ്യം നടന്നത് എന്താണ്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പാണ്. എന്നാൽ ഇവിടെ ആദ്യം അള്ളാഹു പറഞ്ഞതോ ഖുർആൻ്റെ അധ്യാപനമാണ്. അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഖലഖൽ ഇൻസാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള കാരണം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാളും വലിയ നിഅ്മത്താണ് അള്ളാഹു ആ മനുഷ്യന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു എന്നത്. മാത്രമല്ല ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതും. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞതാണല്ലോ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നാം മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ ആരാധിക്കാനാണ്. ആ ആരാധന എങ്ങനെയാണ്? അത് ഖുർആൻ അനുസരിച്ചാണ്, അത് സുന്നത്തനുസരിച്ചാണ്. ശേഷം പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കുക. അല്ലമഹുൽ ബയാൻ, അവൻ മനുഷ്യനെ ബയാൻ പഠിപ്പിച്ചിരിക്കുന്നു, സംസാരിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു, അല്ലമഹു അവനെ പഠിപ്പിച്ചു, അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു. അൽ ബയാൻ വിവരണം, സംസാരം, മനസ്സിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ സ്പഷ്ടമായിട്ട് ആവിഷ്കരിക്കുന്ന സംസാരത്തിനാണ് ബയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി നോക്കുക. അല്ലമഹുൽ ബയാൻ, അവൻ അവനെ, അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുന്നു. അൽ ബയാൻ സംസാരം അല്ലെങ്കിൽ വിവരണം. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇത് മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതായത് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് സംസാരം കൊണ്ട് പ്രകടിപ്പിക്കാം, എഴുത്തുകൊണ്ടുമൊക്കെ പ്രകടിപ്പിക്കാം. അതിനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅ്മത്തുകളിൽ ഒന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, ഇവിടെ ബയാൻ എന്ന് പറയുമ്പോൾ അത് സംസാരിക്കുന്നവനെയും പഠിപ്പിച്ചിട്ടുണ്ട്, ആ സംസാരം കേൾക്കുന്നവനെയും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളൊരു വികാരം, ഉള്ളിലുള്ളൊരു ആശയം നമ്മളത് പ്രകടിപ്പിക്കുകയാണ്. അത് നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കും, നമ്മുടെ എഴുത്തുകൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കും. ഇങ്ങനെ അത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് വായിക്കുന്ന ആൾക്ക് അതിൻ്റെ ആശയം ഗ്രഹിക്കാനും കൂടി കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അതും ബയാൻ തന്നെയാണ്. സംസാരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ എഴുതുന്ന ഒരാൾക്ക് അത് ശരിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നു. മാത്രമല്ല അയാൾ ആ സംസാരിച്ച കാര്യം, അയാൾ ആ എഴുതിയ കാര്യം അത് ശരിക്ക് ഗ്രഹിക്കാൻ കേൾക്കുന്നവൻക്കും വായിക്കുന്നവൻക്കും കഴിയുന്നു. അപ്പോൾ ഇത് രണ്ടും അൽ ബയാൻ എന്നതിൽ പെടും എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന നമുക്ക് കാണാൻ പറ്റും.
ഈ അല്ലമഹുൽ ബയാൻ എന്നത് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ്. മറ്റു ജീവികൾക്കിടയിലും ആശയവിനിമയം നടക്കുന്നുണ്ട്, എന്നാൽ അവർക്കിടയിൽ ബയാനില്ല. ബയാൻ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ തേനീച്ചയൊക്കെ നടത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആശയവിനിമയമാണ് വാഗിൾ ഡാൻസ്. അവർ ഭക്ഷണമുണ്ട് എന്ന് അറിയിക്കാൻ ബാക്കിയുള്ള തേനീച്ചകളോട് അവർ നടത്തുന്ന ഒരു സംഭാഷണമാണത്, ഒരു ആശയവിനിമയമാണത്. അതുപോലെ തന്നെ ഉറുമ്പുകൾ അവരുടെ ഫിറമോൺ എന്ന ആ ഒരു കെമിക്കൽ കൊണ്ട് ആശയവിനിമയം നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ജീവികളിലൊക്കെ ഉള്ളത്. അവരുടെ ഭക്ഷണം, എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇണയെ ആകർഷിക്കാൻ, ഇണ ചേരാൻ, ഇങ്ങനത്തെ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ മനുഷ്യൻ്റേത് അങ്ങനെയല്ലല്ലോ. അവൻ്റെ എല്ലാ വികാരങ്ങളും അവൻ്റെ ഉള്ളിലുള്ളത് ശരിക്കും പ്രകടിപ്പിക്കാൻ മാത്രമല്ല, പല കാര്യങ്ങളും ഇല്ലാത്ത നടക്കാത്ത കാര്യങ്ങൾ സങ്കല്പിക്കാനും ഒക്കെ മനുഷ്യന് കഴിയുമെന്നതാണ്. അത് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ്. ലോകത്ത് ഒരു പോത്തും കവിത രചിക്കാറില്ല, ഒരു കുതിരയും കഥ എഴുതാറില്ല, ഒരു സിംഹവും ചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അത് മനുഷ്യൻ്റെ മാത്രം സവിശേഷതയാണ്. അവൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് അവനക്ക് ശരിക്ക് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നു. അത് പ്രകടിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്നവൻക്കും വായിക്കുന്നവർക്കും കാണുന്നവർക്കുമൊക്കെ അത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു എന്നത്. അതാണ് അല്ലമഹുൽ ബയാൻ. അള്ളാഹു മനുഷ്യനെ ബയാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം ബഗവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ബയാൻ എന്ന് പറഞ്ഞാൽ അസ്മാഉ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും പേരുകൾ. ഇമാം അസ്സിദ്ദി റഹിമഹുല്ല പറയുകയാണ്, ഓരോരുത്തർക്കും ആ ജനതയുടെ സംസാരം, അവരുടെ ഭാഷ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ഓരോ ജനതയും സംസാരിക്കുന്ന ഭാഷ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇമാം അദ്ദഹാഖ്, ഖതാദ റഹിമഹുമുല്ല അവർ രണ്ടുപേരും പറയുന്നത് അൽ ബയാൻ എന്ന് പറഞ്ഞാൽ അൽ ഖൈറു വശർ, നന്മയും തിന്മയുമാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ, തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഒരാളുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പ്രകടിപ്പിക്കുവാനുള്ള ഒരു കഴിവ്, ആശയവിനിമയം നടത്താനുള്ള കഴിവ്, അതിനാണ് അൽ ബയാൻ എന്ന് പറയുന്നത്. ആ ബയാൻ രണ്ട് നിലക്കുണ്ടാകും. ഒന്ന് കിതാബത്താണ്, ഒന്ന് എഴുത്താണ്, മറ്റേത് സംസാരമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂറത്തു റഹ്മാനിലെ 4 ആയത്തുകളാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അള്ളാഹു 3 അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് അല്ലമൽ ഖുർആൻ, 2 ഖലഖൽ ഇൻസാൻ, 3 അല്ലമഹുൽ ബയാൻ. ഏതായാലും കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുക. ഈ തഹസ്സുലിൻ്റെ ഒരു പഠനം കൊണ്ട് മാത്രം നമ്മൾ നിർത്തരുത്. വിശാലമായ വായനയും പഠനവും ഒക്കെ നടക്കണം. അള്ളാഹു അതിന് നമ്മളെ സഹായിക്കട്ടെ. ഈ 4 ആയത്തുകൾ ഒന്ന് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان. ഇതിൽ അള്ളാഹു ഈ ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഖുർആൻ പഠനത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയത്തിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين. السلام عليكم ورحمة الله وبركاته.